ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനലിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ SCERTയുടെ ന്യൂ ചാപ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിലും വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2025 ചോദിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വേണമെന്നുള്ളവരും ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ വർഷവും അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ അല്ലേ, അപ്പോൾ ആ പരീക്ഷകളെ നമ്മൾ എത്രത്തോളം എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളാണ് കുറച്ച് പറയാനായിട്ട് പോകുന്നത്. ശരിക്കും LDCക്ക് ശേഷം ആഫ്റ്റർ LDC എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ വരാനായിട്ട് പോകുന്ന പരീക്ഷകളിൽ ഈ 2 വർഷം എന്ന് പറയുന്നത് PSC എഴുതുന്ന ആൾക്കാർക്ക് വളരെ സുവർണ്ണ അവസരങ്ങളാണ് വെച്ച് നീട്ടിയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ കഴിയാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA ആയാലും ലാബ് അസിസ്റ്റൻ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈകോൻ്റെ സെയിൽസ്മാൻ ആയാലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളല്ലേ, ഈ വർഷമോ അടുത്ത വർഷങ്ങളായിട്ട് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം നടത്താനായിട്ട് പോകുന്ന VFA, ബെവ്കോ, LD അതുപോലെ നമ്മുടെ LGS അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വരുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ ഒരു 2 വർഷം എന്ന് പറയുന്നത് LDCയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള പരീക്ഷകളിൽ ഒഴിവുകൾ കുറവാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ LDC ഒക്കെ പോലെ 600ഉം 700ഉം ഒന്നും നിയമനം നടക്കുന്ന പരീക്ഷകളല്ല. LGSൻ്റെ കാര്യം എനിക്കങ്ങനെ വലിയ ക്ലിയർ ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ VFA, ബെവ്കോ, LD പോലുള്ള പരീക്ഷകളും സെയിൽസ്മാൻ പോലുള്ള പരീക്ഷകളും ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന പരീക്ഷകളൊന്നും അല്ല. പക്ഷേ എന്നാൽ കൂടി നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് എഴുതുന്നത്. VFA എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. പക്ഷേ ബെവ്കോ, LD എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VFA എന്ന് പറയുന്നത് ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നതുമായിട്ടുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ PSCയുടെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു ചോദ്യമാണ് നോട്ടിഫിക്കേഷൻ വന്നോ, നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരു 10th ബോർഡ് എക്സാമോ അല്ലെങ്കിൽ +2ൻ്റെ എക്സാമോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എക്സാമോ അല്ല നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് അല്ലേ. നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് എന്താണ്, PSC ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 10ാം തരം പരീക്ഷയ്ക്കാണെങ്കിലും +2 പരീക്ഷയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബുക്കുണ്ട് അല്ലേ, കറക്റ്റായിട്ടുള്ളൊരു ബുക്കുണ്ട്. ഇതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ആണ് അല്ലെങ്കിൽ ഇത്ര പഠിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ PSCക്ക് അങ്ങനെയാണോ? ഒരിക്കലും അല്ല. നമുക്കൊരിക്കലും കേരള PSC ഒരു ബുക്ക് ഇറക്കിയിട്ട് തരുന്നില്ല അല്ലേ. നിങ്ങളിത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു പ്രോമിസും കേരള PSC തരുന്നില്ല. അവരാകെ തരുന്നത് എന്താണ്, നമുക്ക് തരുന്നത് ഒരു സിലബസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിച്ച് ടെലിഗ്രാമോ നമ്മുടെ യൂട്യൂബോ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള സോഴ്സസ് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നോക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബുക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓരോവിടുന്നും നമ്മൾ കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പോൾ ആ പഠിത്തത്തിൽ തന്നെ നമുക്ക് ആ പഠിത്തം കൊണ്ട് വേണം നമുക്ക് നമ്മുടെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് കടക്കാനായിട്ട്. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കട്ട് ഓഫ് അല്ല അല്ലേ. നമ്മൾക്ക് എപ്പോഴും ഈ ഇതുപോലുള്ള പരീക്ഷകളെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ VFA ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 80 above എങ്കിലും നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു 80 above നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും ജോലിയിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ജോലിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് ബെവ്കോ, LD എന്ന് പറയുന്നത്, അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. സോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ തന്നെ പഠനം ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠനം ആരംഭിക്കുക, നമ്മൾ പഠിച്ചു തുടങ്ങുക, അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് എക്സാമിൻ്റെ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. നമ്മൾ കുറച്ചുകൂടെയൊക്കെ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 1 month അല്ലെങ്കിൽ 2 month ഒക്കെ നമ്മൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 2 month നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്നു, നമുക്കതിന് വേണ്ടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് എക്സാം ഹാളിൽ വരുന്ന കൺഫ്യൂഷൻസ് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾ അവസാനിപ്പിക്കണം. പഠിച്ചു വരുന്ന എന്നെപ്പോലുള്ള പലരിലും കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താണ്, നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്തത് കൊണ്ടൊന്നും നമുക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അല്ലേ. എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മര്യാദയ്ക്ക് എഴുതാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മാറ്റി വയ്ക്കാനായിട്ട് നോക്കുക. വരുന്ന എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പരീക്ഷകൾ നമുക്ക് വരുന്നുണ്ട് അല്ലേ, ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മുന്നിലൊരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ നമ്മൾ മാക്സിമം പഠിക്കുക. ഓക്കെ, ലക്ഷ്യമില്ലാതാവുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മടിയന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ മാറുന്നത് അല്ലേ. അപ്പോൾ അത് കറക്റ്റാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലുള്ള കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ടൊരു ടൈം സെറ്റ് ചെയ്ത് മെല്ലെ തുടങ്ങിയിട്ട് പിന്നീട് അത് അത്യാവശ്യം നല്ല രീതിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെന്താ, എപ്പോഴും മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. ആക്ച്വലി ഞാനിപ്പോൾ ചെന്നൈയിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പിക്നിക് പോലെ നമ്മൾ വന്നതാണ്. ഓക്കെ, ടൂർ പോലെ നമ്മൾ വന്നതാണ്. കാരണം മൈൻഡൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി തന്നെയാണ്. കാരണം കുറേ ആയി എക്സാംസ് അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മൈൻഡൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചൊന്ന് പോവാം, പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മളിപ്പോൾ ചെന്നൈയിലാണ്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണിപ്പോൾ പറയാനുള്ളൊരു കാര്യം. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിന് വേണ്ടിയിട്ടൊക്കെ കുറേ പേര് എന്നോട് സ്റ്റഡി പ്ലാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാൻ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് എനിക്കെപ്പോഴും താല്പര്യം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ തരുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാത്തത് കേട്ടോ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ സ്റ്റഡി ഞാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഞാനിങ്ങനെ ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ സ്റ്റഡി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് VFAക്കും പോലുള്ള പരീക്ഷകൾക്കാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിച്ചിട്ട് നിർത്താം എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച് തുടങ്ങുന്ന പരീക്ഷ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാക്കുക, കറക്റ്റായിട്ടുള്ള സിലബസ് ഫോളോ ചെയ്യുക, ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ഞാൻ അന്ന് നിങ്ങൾക്ക് സിലബസ് കാണിച്ചു തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നല്ലോ, മാർക്ക് സ്കോർ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഏതാണെന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് സ്റ്റഡീസ് കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് സ്റ്റഡീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന VFAയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. കാരണം ഇനി 10th ലെവൽ എക്സാംസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ടൈമിനുള്ളിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ചെയ്തു തരാം. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അതിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടെ മെയിനായിട്ട് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ NCERTയുടെയും SCERTയുടെയും ഒക്കെ ഞാൻ ചാപ്റ്റേഴ്സ് ഇടാനായിട്ട് പോകുന്നുണ്ട്. NCERT നമ്മൾ വേഗം തന്നെ ചെയ്ത് തുടങ്ങും കേട്ടോ. SCERT നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ.